രചന പ്രവീൺ ചന്ദ്രൻ. ജീവിതത്തിൽ ആദ്യമായി അത്താഴപ്പട്ടിണി കിടക്കുന്നതിന്റെ വിഷമം അറിയുകയായിരുന്നു ഞാൻ. എൻ്റെ ഭാര്യ, അതെ ലവള, എന്നെ ഇന്ന് പട്ടിണി കിട്ട് നിസ്സാരം അന്യപെണ്ണുകളായിട്ട് ചാറ്റ് ചെയ്തു. കാര്യം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. സ്ഥിരം ഉണ്ടാകുന്ന പോലെ ഒരു സൗന്ദര്യപ്പിണക്കം അത്രയും ഇന്ന് സംഭവിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇത്തവണ കളിച്ചിരി കാര്യമായി. ദേഷ്യത്തിൽ അവൾ പൗഡർ ടീനെടുത്ത് നൈസായിട്ടൊന്ന് എറിഞ്ഞു. ഞാൻ വിദഗ്ധമായി ഒഴിഞ്ഞു മാറിയതാണ്. പക്ഷെ അവൾക്ക് നല്ല ഉന്നമില്ലാത്ത കൊണ്ട് അതെന്റെ നട്ടുംപുറത്ത് തന്നെ കൊണ്ടു. അമ്മശി, ഓർക്കാൻ വയ്യ. പിന്നെ പൊരിഞ്ഞ ഗുസ്തിയായിരുന്നു. ഇവളെ കിട്ടിയപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവള് ദങ്കലിന് ഗോതയിലുണ്ടായ മോളാണെന്ന്. എന്തൊരു മാന്താ പിശാചു മാന്തിയത്. ചിമ്പാൻസിയുടെ ജന്മാണെന്ന് തോന്നുന്നു. ഇതിനു മുന്നേ ഇത്ര സ്റ്റണ്ട് സീൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിന് ഇത്തിരി വോൾട്ടേജ് കൂടിപ്പോയിരുന്നു. എൻ്റെ ദേഹമാസകലം ചുട്ടുനീറാൻ തുടങ്ങി. ഞാനും വിട്ടുകൊടുത്തില്ല. കയ്യിലും കാലിലും നല്ല മുട്ടൻ ഇടിവെച്ചു കൊടുത്തു. എൻ്റെ ബലിഷ്ഠമായ കൈകൾ അമർന്ന അവളുടെ ശരീരം നന്നായി വേദനിച്ചിട്ടുണ്ടാവാം. എങ്കിലും അവൾക്കത് വേണം. അമ്മാതിരി മാന്തും കടിയില്ലേ അവൾ എനിക്കിട്ട് തന്ന്. ശക്തമായ ആക്രമണങ്ങൾക്കൊടുവിൽ ക്ഷീണിതരായ ഞങ്ങൾ കിടക്ക രണ്ട് ധ്രുവങ്ങളിലായി ചെരിഞ്ഞു കിടന്നു. ഞങ്ങൾക്ക് നടുകൾ തള്ളുകൂടിയാൽ മാത്രം കാണുന്ന ആ വിടവ് അന്നും ഉണ്ടായി. ഇനി ഇവള് വെച്ച ഭക്ഷണം എനിക്ക് വേണ്ട. ജീവിതത്തിൽ എനിക്ക് കഴിക്കില്ല. ഒരു നേരം ഒന്നും കഴിച്ചില്ലാന്ന് വെച്ച് ലോകം ഇടിഞ്ഞു വീഴുന്നില്ലല്ലോ. അല്ലേ പിന്നെ നാളെ രാവിലെ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് നല്ല ചൂട് മസാല ദോശ കഴിക്കാം. ഇവള് കൊതിച്ചിരിക്കട്ടെ. ഞാൻ തലവഴി പുതപ്പിട്ട് മൂടി. പക്ഷെ ഉറക്കം അത് വരുന്നേ ഇല്ലായിരുന്നു. വയറ്റിനുള്ളിൽ നിന്നൊരാളല് പുല്ല്. മസാല ദോശയെ പറ്റി ആലോചിക്കേണ്ടിയിരുന്നില്ല. കൊതി കൂടി കൂടി വായിൽ നിന്ന് വെള്ളമൂറി തലയിണയിലേക്ക് ഒഴുകി. രാത്രി ഒരു 12 മണിയായി കാണണം. എൻ്റെ വയറാണെങ്കിൽ ഗ്യാസ് കയറി അപശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി. ഹോ, വിശന്നിട്ട് വയറ് എത്തുന്നു. ഞാൻ പതിയെ തലവൊക്കി നോക്കി. അവൾ ഉറങ്ങിയെന്ന് തോന്നുന്നു. ഫ്രിഡ്ജിൽ വല്ല കോഴിമുട്ടയുണ്ടെങ്കിൽ ഓംലെറ്റ് ഉണ്ടാക്കിയെങ്കിലും സമാധാനപ്പെടാമെന്ന് കരുതിയാണ് അനക്കം ഉണ്ടാക്കാതെ ഞാൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റത്. പൂച്ചയെ പോലെ മുട്ടുകുത്തി പതുങ്ങി പതുങ്ങി ആ ഫ്രിഡ്ജിനരികിലെത്തി. അനക്കം ഉണ്ടാക്കാതെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയത് ഞാൻ ഞെട്ടിപ്പോയി. അതിനുള്ളിൽ ആകെയുള്ള കുറച്ച് വാടാറായ കറിവേപ്പിലയും പാതി ചെറിയ ഒരു തേങ്ങയോ അച്ചാറും മാത്രം. ദേഷ്യത്തോടെ ഫ്രിഡ്ജ് അടച്ച് ഞാൻ അടുക്കള ലക്ഷ്യമാക്കി നീങ്ങി. അവിടെ വല്ലതും ഉണ്ടോ നോക്കിയായിരുന്നു ഉദ്ദേശം. പക്ഷെ എൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അവിടെ ഒരു കാച്ചിയ പപ്പടം പോലും ഇല്ലായിരുന്നു. അവസാനം നിരാശയോടെ ഡൈനിങ് ടേബിളിനടുത്ത് കസേരയിൽ ഇരുന്നപ്പോഴാണ് മൂടി വെച്ച ഒരു പാത്രം മേശപ്പുറത്തിരിക്കുന്നത് കണ്ടത്. ആകാംക്ഷയോടെ ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിലതാ കുറച്ച് ചപ്പാത്തിയും ചിക്കൻ കറിയും. എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. തള്ളികൂടിയെങ്കിലും എന്നെ അവൾ പട്ടിണി കിട്ടില്ലല്ലോ എന്നോർത്ത് എനിക്ക് വിഷമമായി. പാവം, നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ചപ്പാത്തിയും ചിക്കനും ഞാൻ മൊത്തമായി അടിച്ചു കയറ്റി. ഇപ്പോഴാ ഒന്ന് സമാധാനമായത്. പാത്രം കഴുകി വെച്ചതിന് ശേഷം ഏമ്പക്കവും വിട്ട് കിടക്കാനായി ഞാൻ കിടക്കയിലേക്ക് നടന്നു. അവൾ ഉറങ്ങിയായിരുന്നു. ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതി പതിയെ പുതപ്പെടുത്ത് പുതച്ച് ഉറങ്ങാൻ നേരമാണ് പിന്നിൽ നിന്നൊരു ചോദ്യം. വിശപ്പ് മാറിയ സേട്ടാ? അപ്പോഴാണ് അവൾ ഉറങ്ങിയില്ലെന്ന് എനിക്ക് മനസ്സിലായത്. ഞാനാകെ ചമ്മിപ്പോയി. ഞാൻ പതിയെ അവൾക്ക് അഭിമുഖമായി തിരിഞ്ഞു കിടന്നു. നിറഞ്ഞൂട്ടോ ഈ വാമത്തെ. ഞാൻ വിളിച്ചു കേട്ട് അവൾ ആദ്യം മടിയാണിച്ചെങ്കിലും ഒന്നുകൂടെ മധുരമായി വിളിച്ചപ്പോൾ അവൾ പതിയെ നീങ്ങി നീങ്ങി എൻ്റെ അരികിൽ വന്നു. ഞാൻ അവിടെ നെറ്റിയിലൊരു ഉമ്മെടുത്തുകൊണ്ട് പറഞ്ഞു, സോറി കേട്ടോ, വേദനിച്ചെൻ്റെ മുത്തിന്. അവളുടെ കണ്ണിൽ നിന്ന് വെള്ളത്തുള്ളികൾ അടർന്നു വീണു. എന്തിടിയാണ് ദുഷ്ടടിച്ച് ശരീരാസകലം വേദനിക്കുന്നു, അവൾ വിഷമത്തോടെ പറഞ്ഞു. അത് കേട്ട് ഞാൻ അവളുടെ മുഖം നെഞ്ചോട് അടുപ്പിച്ചു. സോറിടാ, നീ മോശമായിരുന്നില്ലല്ലോ. എൻ്റെ തൊലി മുഴുവൻ മാന്തി എടുത്തില്ലേ? ഇതാ കൈ നോക്ക്, ചുട്ട് നീറുക. ഞാൻ പറഞ്ഞിട്ട് അവൾ എൻ്റെ കൈകൾ ഉയർത്തി നോക്കി. അവളുടെ നഖങ്ങൾ വീണ പാടുകളിൽ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു, സോറി. ഞാൻ അവൾ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. സാരല്ലടി മുത്തേ, ഇനി നമുക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ നോക്കാം. അതെനിക്ക് ഉറപ്പറയാൻ പറ്റില്ല. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ഇനിയും മാന്തും. അത് കേട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പം ഞാൻ ഇടിക്കും. പോടാ ദുഷ്ടം. അവൾ എന്നെ നെഞ്ചിലൊരു കുഞ്ഞു കടി അടിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്ര നേരമായിട്ട് നീ ഒന്ന് അന്വേഷിച്ചോ, ഞാൻ വല്ലതും കഴിച്ചോന്ന്? അത് കേട്ട് നിന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ദൈവമേ, അപ്പൊ ഇവളൊന്നും കഴിച്ചിരുന്നില്ലേ? ഉള്ള ചപ്പാത്തിയും ചിക്കനാണെങ്കിൽ ഞാൻ അടിച്ച് കയറ്റുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അടുത്ത പിണക്കത്തിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നോർത്ത് ഞാനാകെ അങ്കരാപ്പിലായി. എന്തെങ്കിലും ഉടൻ ചെയ്തേ പറ്റൂ. പെട്ടെന്നാണ് എനിക്ക് ആ ബുദ്ധി തെളിഞ്ഞ്. വാ എണീക്ക്, ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വാ. നീ കുറച്ച് നാളല്ലേ പറയുന്നു നഗര നൈറ്റ് ഡ്രൈവിന് പോകാമെന്ന്. എന്നിട്ട് മൂക്കുമുട്ട നല്ല തട്ട് ദോശ അടിക്കാം. അത് കേട്ടവൾ ചാടി എഴുന്നേറ്റു. ആഹാ, എന്നാ പോവാ, ഞാനിപ്പോൾ റെഡി ആവാട്ടോ. ആൾ ഒരുങ്ങാൻ പോയപ്പോഴാണ് ഞാനത് ഓർത്ത്. ഈ നൈറ്റ് ഡ്രൈവിനൊക്കെ ഇതുങ്ങൾക്കിടയിൽ ഇത്ര ഡിമാൻഡ് ഉണ്ടെന്ന്. ഞങ്ങൾ ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങി. കാർ എടുക്കാൻ നേരം അവൾ പറഞ്ഞു, ബുള്ളറ്റ് മതിയെന്ന്. ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് അവളോട് കയറാനായി പറഞ്ഞു. അവളുടെ മുഖത്തെ സന്തോഷം ഒന്ന് കാണായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റ് വെളിച്ചത്തിലൂടെ കുടുകുടു ശബ്ദത്തോടെ പായുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, അവൾ ഇത്ര സന്തോഷത്തോടെയും റൊമാൻറ്റിക് ആയിട്ടും ഞാനിതുവരെ കണ്ടിട്ടേയില്ല എന്നത്. എന്നെ പിന്നിൽ നിന്ന് വട്ടം ചുറ്റി പിടിച്ചിരുന്ന് അവൾ ഓരോ നിമിഷവും ആസ്വദിച്ചുകൊണ്ടിരുന്നു.
വഴിയരികിലെ തട്ടുകടയിൽ നല്ല തട്ട് ദോശയും കറിയും ചൂടോടെ അവൾ ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ട് എൻ്റെ വായിൽ പോലും വെള്ളം വന്നു. സമയം ഏകദേശം 2 മണിയായിരുന്നു. അപ്പോഴേക്കും തിരിച്ചു പോയെന്ന് അവൾ തന്നെയാണ് എന്നോട് പറഞ്ഞത്. പോകുന്ന വഴി അവൾ എന്നെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കിയുടെ ചക്കരെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും അവൾ എത്ര സന്തോഷവതിയാക്കുന്നുണ്ടെന്ന്. പലപ്പോഴും അവളെ ആഗ്രഹം പറഞ്ഞപ്പോഴൊക്കെ പിറ്റേ ദിവസം ജോലിയുണ്ടെന്നും മറ്റും പറഞ്ഞൊഴുകിയായിരുന്നു ഞാൻ. ഈ പെണ്ണുങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അവർ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇത്തരം കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ്. വീട്ടിലെത്തിയത് ഞാൻ അവളോട് പറഞ്ഞു, എങ്ങനെയുണ്ടായിരുന്നടി നൈറ്റ് ഡ്രൈവ്? ഞാനൊരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ? ഇതിനു വേണ്ടിയാ ഞാൻ ചപ്പാത്തി മുഴുവൻ തിന്നത്. ഞാൻ പറഞ്ഞു കേട്ടപ്പോൾ അവൾ എന്നെ സൂക്ഷിച്ച് നോക്കേണ്ട അടുത്തേക്ക് വന്നു. എൻ്റെ ചെവിയിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ കിച്ചേസേ, എനിക്കറിയാം നീ ഒന്നാമതൊരു ഉടായിപ്പനാണെന്ന്. എങ്കിലും എനിക്ക് നിന്നെ ജീവനാ. കാരണം ഞാൻ സന്തോഷമായിരിക്കാൻ വേണ്ടി നീ എന്ത് ചെയ്യുന്ന എനിക്കറിയാം. എനിക്കത് മതി. നീ വേദനിക്കുന്നു, പിടിവിട്, ഞാൻ ഇടിക്കും കേട്ടോ. വേദനയോടെ ഞാൻ പറഞ്ഞു, ഇടിക്കാനായിട്ട് വാ, ഞാൻ നല്ല മാന്തി വെച്ച് തരും. അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ പിണക്കം. ഒന്നും മനസ്സിൽ വെക്കില്ല. പറയാനുള്ള എന്താണെങ്കിലും അപ്പം തന്നെ പറയും. തല്ലാനുള്ളത് തല്ലി തീർക്കും. സ്നേഹം വന്നാലും ദേഷ്യം വന്നാലും അത് അപ്പം തന്നെ പ്രകടിപ്പിക്കും. ഒരു പ്രശ്നം ഒരു ദിവസത്തെ കൂടുതൽ നിർത്താറില്ല. കുറ്റങ്ങളും കുറവുകളും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അറിയാം. അത് തിരുത്തണമെന്ന് രണ്ടുപേർക്കും വാശിയുമില്ല. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതാണല്ലോ അതിൻ്റെ ഒരു ത്രില്ല്.